കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം എത്രമേൽ അത്ഭുതം പ്രവർത്തിക്കുന്ന നാമമാണെന്ന് മനസ്സിലായല്ലോ. ആ നാമത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും പിന്നീട് ഒരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരുന്നില്ല. ആ വ്യക്തിയുടെ ജീവിതം പിന്നീട് പഴയതുപോലെ ആകുന്നതുമില്ല. അതിന് വലിയ മാറ്റം സംഭവിക്കും. ആ നാമം അത്ഭുതം ചെയ്യുമ്പോൾ ജീവിതത്തിൽ, മനോഭാവത്തിൽ, മാനസിക നിലയിൽ എല്ലാം മാറ്റം വരും. ശരീരത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. ആ നാമം നമ്മുടെ ജീവിതത്തിന് ജീവനും രക്ഷയും സകല സൗഖ്യവും സകല നന്മകളും നൽകുന്ന ഒരു അത്ഭുത നാമമാണ്. ആ നാമത്തിൽ ആശ്രയിച്ചാൽ നിശ്ചയമായിട്ടും അവിടെ അത്ഭുതം സംഭവിക്കും. ഇതൊന്ന് വിശ്വസിക്കുകയും ആ നാമത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇതിൻ്റെ അനുഗ്രഹം, അത്ഭുതം അവിടെ സംഭവിക്കുക അത്രേ ചെയ്യുന്നത്. കോഴിക്കോട്ട് നടന്ന TV വ്യൂവേഴ്സ് മീറ്റിംഗിൽ കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദറിലൂടെ കർത്താവ് നമ്മോട് അറിയിച്ച ആ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് കേൾക്കുവാനായിട്ട് പോകാം. പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. കർത്താവ് നിങ്ങളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. യേശുക്രിസ്തു എന്ന നല്ല വൈദ്യൻ, ആ വൈദ്യന് മുമ്പിൽ വിഭാഗ, ജാതി, സഭാ വ്യത്യാസങ്ങളൊന്നുമില്ല. അതെ, ഈ ലോകത്തിലെ ഒരു ഡോക്ടറുടെ അടുക്കൽ ചെല്ലാൻ അവിടെ മറ്റൊന്നും ചോദിക്കത്തില്ല. നിങ്ങളുടെ രോഗം എന്താ, നിങ്ങളുടെ പ്രയാസം എന്താ? അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. ഹല്ലേലൂയ. ഒരിക്കൽ അപസ്മാര രോഗം പിടിപെട്ട ഒരു ബാലകന്റെ പിതാവ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മകൻ അപസ്മാര രോഗമാണ്. അവൻ പലപ്പോഴും പിടച്ച് തീയിൽ വീഴും, വെള്ളത്തിൽ വീഴും, ആകെ കഷ്ടപ്പെടുന്നു. അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നു. അവനെ ഒരു ദുരാത്മാവ് ബാധിച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. നിന്റെ ശിഷ്യന്മാർക്ക് ആ ദുരാത്മാവിനെ വെളിയിലാക്കി അവന് വിടുതൽ കൊടുക്കാൻ സാധിച്ചില്ല. യേശുവേ, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ നീ ചെയ്യണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. എൻ്റെ കർത്താവ് ആ രോഗി എവിടുന്ന് വന്നു, അവൻ ആരാ, എന്താന്ന് ചോദിച്ചില്ല. അവനൊരു പ്രശ്നമുണ്ടോ? ബ്രിങ് ഹിം ടു മീ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും കർത്താവിന് അതാ പറയാനുള്ളത്. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് വേദനയുണ്ടോ, നിങ്ങൾക്ക് പ്രയാസമുണ്ടോ, അത് വിടുവിക്കാൻ കഴിയുന്ന ഒരു നല്ല വൈദ്യനുണ്ട്. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുക്രിസ്തുവിന്റെ മാർഗം ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരല്ല. യേശുക്രിസ്തുവിന്റെ മാർഗം ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല. യേശുക്രിസ്തുവിന്റെ മാർഗം ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സഭയ്ക്കെതിരല്ല. യേശുക്രിസ്തുവിന്റെ മാർഗം ഈ ലോകത്തിലെ ശാസ്ത്രത്തിനെതിരല്ല, വൈദ്യശാസ്ത്രത്തിനും എതിരല്ല. നമ്മുടെ വ്യക്തിത്വത്തിന് 3 വശങ്ങളാണ് ഉള്ളത്. നമ്മുടെ ശരീരം, നമ്മുടെ ദേഹി, നമ്മുടെ ആത്മാവ്. അതിൽ ശരീരത്തെ ട്രീറ്റ് ചെയ്യാനാണ് അനേക വൈദ്യന്മാർക്ക് സാധിക്കുന്നത്. അവരെ നമ്മൾ പ്രശംസിക്കണം. മനസ്സിനും ട്രീറ്റ്മെന്റ് ഒരു പരിധി വരെ ചെയ്യാൻ ലോകത്തിലെ ശാസ്ത്രത്തിന് സാധിക്കുന്നുണ്ട്. അവരെ നാം പ്രശംസിക്കണം. എന്നാൽ മനസ്സിന്റെ അഗാധമായ മുറിവുകളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കുഴമ്പും ഒരൊറ്റ ഗുളികയും ഒരൊറ്റ സിറപ്പും ലോകം കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ വചനം പറയുന്നു, സമാധാനത്തിന്റെ കുഴമ്പ് അവന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനൊന്ന് തൊട്ടാൽ മുറിവുകൾ ഉണങ്ങും. അവനൊന്ന് തലോടിയാൽ വേദനകൾ മാറും, തകർച്ചകൾ മാറും. അവൻ നല്ല വൈദ്യന. ഓ, കരങ്ങൾ തട്ടി ഈ നല്ല കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ രോഗം അവന്റെ ആത്മാവിൽ സംഭവിച്ച തകർച്ചയാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പിന്നെ ദൈവത്തിലേക്ക് തിരികെ അടുക്കുവാൻ വേണ്ടിയാ ലോക ജനങ്ങളെല്ലാം ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. നമ്മളെ യഹൂദ മതം പഠിച്ചാൽ അവരെ വഴിപാടുകൾ, യാഗങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു. ലോകത്തിലെല്ലാവരും ചെയ്യുന്നില്ലേ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. പക്ഷെ അവയ്ക്കൊന്നും മനുഷ്യന്റെ ആത്മാവിന് പരിപൂർണത വരുത്താൻ കഴിയാതിരുന്നപ്പോൾ യേശു എന്ത് ചെയ്തെന്നറിയാമോ? സ്വന്തം ശരീരം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. സ്വന്തം രക്തം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചിന്തി. ഒരു യാഗത്തിനും വഴിപാടിനും നമുക്ക് വിടുതൽ തരാൻ കഴിയാതിരുന്നപ്പോൾ യേശു മഹായാഗമായി, മഹാബലിയായി നിഷ്കളങ്ക രക്തം, തന്റെ പാപമില്ലാത്ത രക്തം മാനവജാതിക്ക് വേണ്ടി ഒഴുക്കി മനുഷ്യന്റെ പാപമെന്ന രോഗത്തിന് പരിഹാരം വരുത്തി. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം.
ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ എല്ലാ ഭാഗങ്ങളും ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന വൈദ്യനാണ്, പരമവൈദ്യന കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോഴും ശാരീരിക രോഗങ്ങൾ ഒരു വലിയ പരിധി വരെ ശാസ്ത്രം സൗഖ്യമാക്കുമ്പോൾ പല ശാരീരിക രോഗങ്ങളുടെ മുമ്പിൽ ഡോക്ടർമാർ തന്നെ കൈമലർത്താറില്ലേ? നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാളുകളിൽ ഒരു സ്ത്രീ, അവൾക്ക് 12 വർഷമായി രക്തസ്രാവ രോഗമായിരുന്നു. She was bleeding for the last 12 long years. ഒന്ന് ഓർത്ത് നോക്കി, 12 വർഷം ബ്ലീഡിംഗ് ആയിരുന്ന ഒരു സ്ത്രീ. അവൾ വളരെ ക്ഷീണിതയായിരുന്നു. എന്നിട്ടിങ്ങനെ നമ്മൾ വായിക്കുന്നു, നമ്മൾ എല്ലാ ചികിത്സാ മാർഗങ്ങളും നോക്കി, വൈദ്യന്മാർ മാറി മാറി ഓരോ ചികിത്സകൾ ചെയ്തു. ഒടുവിൽ ചികിത്സകളാൽ അവൾ വലഞ്ഞെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥിതിയുണ്ട് പലർക്കും. മരുന്ന് കഴിച്ചും ഹോസ്പിറ്റലിൽ പോയും. അതിനർത്ഥം ശാസ്ത്രം മോശമായതുകൊണ്ടല്ല, പലപ്പോഴും ചിലരുടെ വിഷയത്തിൽ വിടുതൽ കൊടുക്കാൻ ലോകത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അവളെ വിടുവിക്കാൻ സാധിച്ചില്ല. അവൾ വളരെ കഷ്ടപ്പെട്ടു, വളരെ പരവശയായി എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ഇങ്ങനെയാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ്, അവൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. നമ്മുടെ നാട്ടിൽ യേശു വന്നിരിക്കുന്നു. ആരൊക്കെയോ ചെന്ന് അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിന് സൗഖ്യത്തിനൊരു വഴിയുണ്ട്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുകയാണ്, 18 വർഷം കൂനിയായിരുന്നിട്ട് സൗഖ്യമായ ഒരു മാതാവുണ്ട്. അവളെ എന്ന് പറഞ്ഞു കാണും, സ്ത്രീയെ, നീ ഭയപ്പെടണ്ട, എന്നെ സൗഖ്യമാക്കിയ കർത്താവ് നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ അപസ്മാര രോഗം സൗഖ്യമായ ബാലകന്റെ അപ്പനോ അമ്മയോ ചെന്ന് പറഞ്ഞു കാണും, നീ ഭാരപ്പെടണ്ട, യേശു നിന്നെ വിടുവിക്കാൻ മതിയായവന്. അതാണ് യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം അവൾ കേട്ടു. ഇന്ന് ഞങ്ങൾ കോഴിക്കോട് പട്ടണത്തിൽ വന്നിരിക്കുന്നത് ഒരേ ഒരു കാര്യം പറയാനാ, അത് യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം. 2000 വർഷം മുമ്പ് യെരുശലേമിൽ വന്ന കാര്യമല്ല, പാലസ്തീനിൽ വന്ന കാര്യമല്ല. ഇന്ന് ഈ 2011 ഇവിടെ കോഴിക്കോട്ട് വാക്ക് പറഞ്ഞവൻ വന്നിട്ടുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ, ആമേൻ. എന്നെ TV പ്രോഗ്രാമുകളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, 2000 വർഷം മുമ്പ് പാലസ്തീനിൽ നടന്ന ഒരു യേശുവിനെ അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. 2000 വർഷം മുമ്പ് അത്ഭുതങ്ങൾ ചെയ്തവർ യേശുവിന്റെ കാര്യം ഞാൻ പറഞ്ഞെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ തൊട്ട് സമീപെ, നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ വേദന അറിയുന്ന ഒരു നല്ല വൈദ്യൻ. ഓ, കരങ്ങൾ തട്ടി വായ് തുറന്ന് നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. രക്തസ്രവക്കാരി സ്ത്രീയോട് ആരോ ചെന്ന് പറഞ്ഞു, എന്നെ വിടുവിച്ച കർത്താവ് നിന്നെയും വിടുവിക്കും. ഇത് പറയാനാ നമ്മളെ വിളിച്ചിരിക്കുന്നു. അവൾ ആ വാക്ക് കേട്ട് വിശ്വസിച്ചു. നമ്മളിങ്ങനെ വായിക്കുന്നു, അവള് വളരെ കഷ്ടപ്പെട്ട്, ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു അവള് മുട്ടയിൽ എഴഞ്ഞായിരിക്കും പോയതെന്ന്. അങ്ങനെ പറയാൻ കാരണം, അവള് പോയി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും, അന്ന് യഹൂദന്മാർ വളരെ നീളമുള്ള വസ്ത്രമായിരുന്നു, അവരുടെ വസ്ത്രത്തിന്റെ തൊങ്ങലെന്ന് പറഞ്ഞാൽ നിലത്തോട് പറ്റിക്കിടക്കും. അപ്പൊ അവളൊരു പക്ഷേ ആ തൊങ്ങലെങ്കിലും എനിക്കൊന്ന് തൊടാൻ, കാരണം നമുക്ക് പോകാൻ മേല, പുരുഷാര നിമിത്തം. നമ്മൾ വായിക്കുന്നു, ജനം തിക്കി തള്ളിയത് കൊണ്ട് ഈ ബലഹീനയായ സ്ത്രീക്ക് പോയൊന്നും തൊടാനൊക്കത്തില്ലായിരുന്നു. അവള് പറയാ, ഞാൻ ഒന്ന് ചെയ്യും, അവന്റെ തൊങ്ങലെങ്കിലും തൊടും. എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ കാലുകൾക്കിടയിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് ആ സ്ത്രീ നീങ്ങി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. നമ്മൾ വായിക്കുന്നു, യേശു നിന്നു. യേശു പറഞ്ഞു, ആരും എന്നെ തൊട്ടല്ലോ. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളെല്ലാം അങ്ങേ മുട്ടി ഉരുമി നിൽക്കുമ്പോൾ തൊട്ടെന്നോ? പ്രിയപ്പെട്ടവരെ, ഒരു ജനക്കൂട്ടമായതുകൊണ്ടോ യോഗത്തിന് പോയതുകൊണ്ടോ നമ്മൾ യേശുവിന്റെ അനുഭവം കിട്ടണമെന്നില്ല. വിശ്വാസത്താൽ ആര് കൈ നീട്ടുന്നോ അവരെ ആ തൊടുന്നത്. യോഗത്തിന്റെ മുൻ സീറ്റിലായിരിക്കാം ഇരിക്കുന്നത്, പിൻ സീറ്റിലായിരിക്കാം ഇരിക്കുന്നത്. നിങ്ങളിരിക്കുന്ന സീറ്റല്ല ദൈവത്തോടുള്ള അടുപ്പം നിർണയിക്കുന്നത്, ഹൃദയത്തിന്റെ വിശ്വാസമാണ്. ആരാ സൗഖ്യമായെന്ന് കർത്താവ് ചോദിച്ചു. ഈ സ്ത്രീ മറഞ്ഞിരിക്കാതെ അവൾ എഴുന്നേറ്റ് വന്ന് സാക്ഷ്യം പറഞ്ഞു, എന്റെ ശരീരത്തിലൂടെ ശക്തി വ്യാപരിച്ചു, ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞു. മാത്രമല്ല, എന്റെ രക്തസ്രവം നിന്നതിപ്പോൾ എന്റെ ശരീരത്തിൽ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഉടനെ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം ആണ് ഈ വലിയ പ്രവൃത്തിക്ക് കാരണം. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ഡോക്ടർമാർക്ക് അവളെ സൗഖ്യമാക്കാൻ കഴിയാതിരുന്നത് ശാസ്ത്രം മോശമായതുകൊണ്ടല്ല,
ശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയാത്തൊരു മേഖലയിലായിരുന്നു അവരുടെ പ്രശ്നം. അവളുടേതൊരു ബാധയായിരുന്നു, ഒരു പൈശാചിക ബാധ കൊണ്ടുണ്ടായ രോഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ട്, വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്ന വിലപ്പെട്ട പലതുമുണ്ട്. എന്നാൽ അവർക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല വൈദ്യൻ, പിശാചിന്റെ ബാധകൾ എഴിച്ചു മാറ്റി, രോഗചങ്ങലകൾ പൊട്ടിച്ചു മാറ്റി, മരുന്നിനും വൈദ്യനും ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല വൈദ്യന കർത്താവായ യേശു ക്രിസ്തു. കരങ്ങൾ തട്ടി ഉള്ളം തുറന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, 18 വർഷമായി ഒരു രോഗ ആത്മാവ് ബാധിച്ചിട്ട് കൂനിയായിരുന്ന ഒരു സ്ത്രീ സൗഖ്യമായി. 18 വർഷമായി രോഗ ആത്മാവ് ബാധിച്ച് കൂനിയായ സ്ത്രീ. നോക്കൂ, അതൊരു രോഗ ആത്മാവാ. എല്ലാ രോഗവും, നമ്മൾ മഴ നനഞ്ഞാൽ പനി വരും, ശരീരത്തിന്റെ പല അവയവങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും. എന്നാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ അല്ലാതെ ചിലരെ പൈശാചികമായ ചില ബന്ധനങ്ങളാൽ ചിലരെ രോഗം ബാധിച്ചാൽ പല ട്രീറ്റ്മെന്റിനും അവരെ വിടുവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, 18 വർഷമായി ബാധയായിരുന്ന, രോഗബാധയായിരുന്ന സ്ത്രീയുടെ മേൽ കർത്താവ് കൈവച്ചിട്ട്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നെന്ന് പറയുകയും അവൾ നിവർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയത് ഒരുമിച്ചായിരുന്നു. ആ യേശു ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട്ട് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു സഹോദരി ഫോണിൽ വിളിച്ചു. ആ നിൽക്കുന്ന സഹോദരി കോട്ടയത്ത് പ്രാർത്ഥനയ്ക്ക് വന്നുള്ള സഹോദരി, മുമ്പോട്ട് വന്നാട്ടെ. ഈ സഹോദരി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഈ യോഗം വെക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. ഈ സഹോദരി കുട്ടികളുടെ ചുവനയിൽ ഹോമിലെ ഒരു വാർഡനായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഒരു എത്ര വർഷം മുമ്പ് 2005 ഈ സഹോദരി കോട്ടയത്തൊരു പ്രാർത്ഥനയ്ക്ക് വന്നത് ഞാൻ ഓർക്കുന്നു. ഈ സഹോദരിയുടെ 2 കൈയും ചീഞ്ഞഴുകി, അടുത്തിരിക്കുന്നവർ നാറ്റം കാരണം അടുത്തിരിക്കാതെ ഈച്ച ആർക്കുന്ന നിലയിലാണ് ഈ സഹോദരി യോഗത്തിന് വന്നത്. അങ്ങനെ ആയിരുന്നില്ലേ സിസ്റ്ററെ? 2 കൈയും അഴുകി, എനിക്ക് ഒന്നും എൻ്റെ കാര്യം ചെയ്യാൻ പറ്റാതെ, ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റില്ല. കുടിച്ചിട്ട് ഗ്ലാസ് താഴെ വെച്ച് എൻ്റെ കയ്യിലെ സ്കിന്നെല്ലാം കൂടി ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ച് ഈച്ചയെല്ലാം ഗ്ലാസ്സിൽ പൊതിയും. അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ട് പേന താഴെ വെച്ച് എൻ്റെ കയ്യിലെ സ്കിന്നെല്ലാം കൂടി കയ്യിൽ നിന്ന് പേനയിൽ പറ്റിപ്പിടിച്ചിട്ട് ഈച്ച പേനയിൽ പൊതി. അതായിരുന്നു എൻ്റെ അവസ്ഥ. നാറ്റ ദുർഗന്ധ, അഴുകി. ഒരു എലിയൊക്കെ ചത്ത് കിടന്നാൽ പോലും 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അത്ര അസഹനീയം, അതിനേക്കാളും ഭയങ്കര മനുഷ്യ ശരീരം അഴുകി. അങ്ങനെയാണ് ഈ സഹോദരി കോട്ടയത്ത് പ്രാർത്ഥനയ്ക്ക് വന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥനയുടെ മധ്യത്തിൽ അവിടെ വലിയ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കരം ഈ മകളെ തൊട്ടു. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ എനിക്ക് സ്റ്റേജിൽ നിന്ന് ബ്രദർ വിളിച്ചു പറഞ്ഞു, സ്കിന്നിന്റെ അസുഖത്താൽ ഭാരപ്പെടുന്ന ഒരു മകളെ ദൈവം സ്പർശി. ഈ പ്രാർത്ഥനയുടെ മധ്യം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, യേശുവേ, എല്ലാവരും പറഞ്ഞുള്ള അറിവ് എനിക്ക് അങ്ങയെക്കുറിച്ചുള്ളൂ. എൻ്റെതായ രീതിയിൽ എല്ലാ രീതിയും നോക്കിയിട്ട് എനിക്ക് സൗഖ്യം കിട്ടിയില്ല. അങ്ങ് ജീവിക്കണ ദൈവമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രത്യക്ഷത്തിൽ അറിയണം. എനിക്കിതിൽ നിന്നൊരു വിടുതൽ എനിക്ക് അങ്ങ് നൽകാൻ, അങ്ങാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട പിന്നെ അങ്ങായിരിക്കും എൻ്റെ ദൈവമെന്ന്. അവിടെ നിന്ന് ഞാൻ അതുപോലെ തകർന്ന് കരയുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് ബ്രദർ വിളിച്ചു പറഞ്ഞ, സ്കിന്നിൻ്റെ അസുഖത്തിൽ ഭാരപ്പെടുന്ന ഒരു മകളെ ദൈവം സ്പർശിക്കുകയാണ്, പൂർണ്ണ വിടുതൽ നൽകുകയാണ്. ആ നിമിഷം തന്നെ എൻ്റെ പൊന്നു പാപ്പ എന്നെ സൗഖ്യം. മാത്രമല്ല, ഞാൻ പിന്നെ സഹോദരി അടുത്ത ആഴ്ചകളിൽ വന്ന് പറഞ്ഞത്, ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മുതൽ ആ കൈ ഉണങ്ങാൻ തുടങ്ങി. ഈ കൈ ആ മീറ്റിങ്ങിന്റെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് അവിടെ വച്ച് തന്നെ കൈ ശരിക്കും നോക്കിയാൽ ആരും കണ്ടാൽ പേടിക്കേണ്ട രീതിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ ചെന്ന്, പക്ഷെ അപ്പം തന്നെ എനിക്ക് ചൊറിച്ചിലില്ല, നീറ്റലില്ല, വേദന അതെല്ലാം മാറി. വീട്ടിൽ ചെന്ന് രാത്രി വീണ്ടും അത് തുടങ്ങി. ഞാൻ ഫോണിൽ കൂടി വിളിച്ച് സ്വർഗീയ വിരുന്നിൽ ഞാൻ സൂര്യ TV കൂടി കണ്ടിട്ട് നമ്പർ എഴുതി വെച്ചിരുന്നെടുത്ത് വിളിച്ചപ്പോൾ ഒരു ബ്രദർ എടുത്ത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞു സിസ്റ്ററെ. അപ്പം ഞാൻ ഒത്തിരി നെഗറ്റീവ്സ് പറയാൻ തുടങ്ങി. യേശു ഇല്ല, ഒന്നുമില്ല, ഇതൊക്കെ വെറുതെ പറ്റിപ്പാ എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ആ ബ്രദർ പറഞ്ഞു, ഇല്ല സിസ്റ്ററെ, യേശു റിയലാ, ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒത്തിരി പോസിറ്റീവായിട്ട്, എത്രത്തോളം അദ്ദേഹം പോസിറ്റീവായിട്ട് പറയും അത്രത്തോളം ഞാൻ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, സിസ്റ്ററെ, ആരോടെങ്കിലും നിങ്ങൾക്ക് വെറുപ്പോ വൈരാഗ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആർക്കെങ്കിലും എതിരെ നിങ്ങൾ പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തുണ്ടോ എന്ന് ചോദിച്ചു. ഇതായിട്ട് എന്നെ അങ്ങ് വേർക്കാൻ തുടങ്ങി ബ്രദറെ. കാരണം ഞാനും എൻ്റെ ഒരു വക്കീൽ കൂട്ടുകാരിയും മാത്രം അറിയുന്ന ഈ കാര്യം മൂന്നാമതൊരാൾ പറയണേ. പിറ്റേ ദിവസം ജുവനൈൽ ഹോമിലെ 10-80 പെൺകുട്ടികൾ എഴുതി ഒപ്പിട്ട് ഒരു പരാതിയായിട്ട് പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാര്യമാണ് ആ ദൈവദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങ് പരാതിയായിട്ട് മുന്നോട്ട് പോകരുതെന്ന്. കാരണം മറ്റുള്ളവരോടുള്ള വെറുപ്പും വൈരാഗ്യവും എനിക്ക് എന്നിൽ നിൽക്കുന്നത് കൊണ്ട് ദൈവാത്മാവിന് എന്നിൽ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അതായത്
അദ്ദേഹം പറഞ്ഞപ്പോൾ ആ സെക്കൻഡ് ഞാനത് ഉപേക്ഷിക്കാനും ആ പരാതി കീറിയിടാനും ഇങ്ങനെയാണ് യേശു വൈദ്യൻ ട്രീറ്റ് ചെയ്യുന്നത്. ഈ ട്രീറ്റ്മെന്റിന്റെ പഥ്യം ഇതാ: വൈരാഗ്യവും പിണക്കവും ഒക്കെ വിടുക. നമ്മളെ ലോകത്തിൽ ചില വൈദ്യന്മാർ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇന്ന ഭക്ഷണം കഴിക്കരുതെന്ന് പറയത്തില്ലേ, അതുപോലെ ഇതിനും ചില പഥ്യമുണ്ട്. എന്നാന്നറിയോ? ഹൃദയത്തിനകത്ത് കയ്പും പകയൊക്കെ വിടുക. അങ്ങനെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആ സഹോദരനിലൂടെ യേശു ചെയ്തു. അത് കഴിഞ്ഞ അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ ഞാനിപ്പോൾ ആ ഫോൺ ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ട് ചെന്ന് പരാതി എടുത്ത് കീറി കളഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണും, നാളെ നേരം വെളുക്കുമ്പോൾ സിസ്റ്ററെ കൈ ഒരു കുഞ്ഞിൻ്റെ കൈ പോലെ പുതിയതാക്കി കർത്താവ് തീർക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫോണിൽ പോയി, ബ്രദറെ അങ്ങനെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച യേശുവായിരിക്കും എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. അന്ന് ഉറക്ക ഗുളിയൊക്കെ ഡോക്ടേഴ്സ് എനിക്ക് 5 മാസത്തോളം കൊണ്ട് ഈ അവസ്ഥയിലാണ്, ഭയങ്കരമായിട്ടുള്ള അവസ്ഥയിലെ. അപ്പോൾ 3 mg എന്നുള്ള അവസ്ഥയിൽ 10 mg കഴിച്ചാൽ പോലും ഉറങ്ങാതിരുന്ന ഞാൻ ഉറക്ക ഗുളിയൊന്നുമില്ലാതെ രാത്രി ഉറങ്ങി. അന്ന് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ ചേച്ചിയുടെ കുഞ്ഞുങ്ങളൊന്ന് വിളിച്ചുണർത്തുമ്പോഴാണ് അറിയണേ. അതുവരെ ഞാൻ ഈ വലിയ ഈ വാഷബിൾ ഗ്ലൗസ് ഉപയോഗിച്ച് ഒന്ന് ബ്രഷ് ചെയ്യണമെങ്കിൽ അത് വേണം, ടോയ്ലറ്റിൽ പോയാൽ പോലും പരസകയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് അന്ന് ഞാൻ സുഖമായിട്ട് ഉറങ്ങി എണീക്കുമ്പോൾ ഞാൻ പോലും മറന്നുപോയി എൻ്റെ കൈക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ മോൾ ഓടി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ ഓർത്ത്, അയ്യോ എൻ്റെ കൈക്ക്. എന്നിട്ട് ഞാൻ എങ്ങനെ ഉറങ്ങാൻ പോലും പറ്റാതിരിക്കുന്നതാ. നോക്കിയപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കയ്യിൽ അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് സ്കിന്നിൽ നിന്ന് വേർപെട്ട് നിൽക്കാവുന്ന പോലെ എൻ്റെ ഈ അഴുകി നിന്ന സ്കിന്നെല്ലാം കൂടി ഉണങ്ങിയിട്ട് വേർപെട്ട് ഞാൻ കൈ ഇങ്ങനെ ആക്കുന്ന അനുസരിച്ച് പൗഡർ പൊടിഞ്ഞ് വീഴുന്നവരെ പോലെ കൈ നോക്കുമ്പോൾ ഒരു റെഡിഷ് കളറായിട്ട് ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ കൈ പോലെ അന്ന് തുടങ്ങി എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ സൗഖ്യം. ഞാൻ പ്രസംഗിക്കുന്ന യേശു ഒരു കഥയല്ല, ഞാൻ പ്രസംഗിക്കുന്ന യേശു ഒരു കേവല പുരാണമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ശാരീരിക രോഗങ്ങളും മനസ്സിന്റെ വേദനകളും മാത്രമല്ല, മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ രോഗം ദൈവത്തോട് അവൻ അകന്നുപോയ പാപമാണ്. സകല മതങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്നു, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നുപോയി. ഇനി ദൈവത്തിന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ ഒരു യാഗം നടക്കണം, പ്രായശ്ചിത്ത വഴിപാട് നടക്കണം. അങ്ങനെ മനുഷ്യന്റെ ഏറ്റവും വലിയ രോഗമായ പാപരോഗത്തെ മാറ്റുവാൻ മനുഷ്യന്റെ ഒരു വഴിപാടുകൾക്കും, മനുഷ്യൻ ചെയ്യുന്ന വഴിപാടുകളെല്ലാം, യാഗങ്ങളെല്ലാം ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് എടുത്ത സാധനങ്ങളാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ശാപഭൂമിയിൽ നിന്നല്ലാതെ ഒരു പരിശുദ്ധൻ ഈ ലോകത്ത് വന്നു. കന്യകയിലൂടെ പരിശുദ്ധൻ ഈ ലോകത്ത് അവതരിച്ചു. അതാ ദൈവപുത്രൻ. സർവ്വ ലോകത്തിനും വേണ്ടി അവൻ ഈ ലോകത്ത് വന്നു. മുഴു ലോകത്തിന്റെയും പാപത്തെ കർത്താവ് തന്റെ മേൽ ഏറ്റെടുത്തു. ആ വാർത്ത അറിയിക്കാനും കൂടെ ഞങ്ങളെ ഇവിടെ വിട്ടിരിക്കുന്നു. ഇനി നിങ്ങളുടെ പാപപരിഹാരത്തിനായി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ പാപം പരിഹരിക്കാനുള്ളത് യേശു ചെയ്ത് കഴിഞ്ഞു. നോക്കുക, എനിക്കൊരു വലിയ കടബാധ്യത ഉണ്ടെന്നിരിക്കട്ടെ, കോടികളുടെ കടബാധ്യത ഉണ്ടെന്നിരിക്കട്ടെ, എനിക്കത് കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ല, ഞാൻ വിഷമിക്കുക. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ വന്നിട്ട് പറയുക, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ വസ്തു വിറ്റ് അത് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അദ്ദേഹം കൊടുത്തു തീർത്താൽ പറ്റി എനിക്ക് ഭാരമുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെ നമ്മുടെ പാപത്തിന്റെ കടം ദൈവത്തിന് വീട്ടുവാൻ ലോകത്തിൽ ആരെ കൊണ്ട് സാധിക്കാതിരുന്നപ്പോൾ യേശു പറഞ്ഞു, നീ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം. നീ അടികൊള്ളേണ്ടതായിരുന്നു, ഞാൻ അടികൊള്ളേണ്ട. നിന്റെ കയ്യിൽ ആണി അടിക്കേണ്ടതായിരുന്നു, എന്റെ കയ്യിൽ ഞാനത് വാങ്ങിക്കോളാം. നിന്റെ രക്തം ചൊരിയേണ്ടതായിരുന്നു, എന്റെ രക്തം ചൊരിഞ്ഞോളാം. നീ കഷ്ടപ്പെടേണ്ടതായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ടോളാം. അങ്ങനെ ഒരു യാഗമൃഗമായി, ഒരു ബലിയാടായി യേശു നിനക്കും എനിക്കും വേണ്ടി മരിച്ചു. ലോകത്തിലെ മുഴുവൻ പേർക്കും വേണ്ടി യേശു തന്റെ മേൽ പാപം ഏറ്റെടുത്ത് മരിച്ചു, പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചു. മാത്രമല്ല, മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ യേശു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലെല്ലാം പോയി സകലരോടും ഈ സദ്വർത്തമാനം പറയണം. എന്താ? ഇനി അവരുടെ പാപപരിഹാരത്തിനായി അവരൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തിട്ടുണ്ട്. അവർ വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ള സദ്വർത്തമാനം. എല്ലാവരും ഒന്ന് പറഞ്ഞപ്പോ സദ്വർത്തമാനം. നിങ്ങളൊന്നും കൊടുക്കണ്ട, നിങ്ങൾ 5 പൈസ കൊടുക്കണ്ട, നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെലവഴിക്കണ്ട. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളിയും പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. പൗലോസ് ശ്ലീഹ പറയാണ്, അവന്റെ രക്തത്താൽ അവൻ നമ്മെ സൗജന്യമായി നീതീകരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും പാപം സൗജന്യമായി ക്ഷമിക്കപ്പെടുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പാപമോചനത്തിന് വേണ്ടി ഇനി
യെരൂശലേമിലേക്ക് പോകണ്ട. പാപമോചനത്തിന് വേണ്ടി ഇനി യഹൂദന്മാർ ചെയ്തതുപോലെ ആടിനെയും കാളയെയും യാഗം കഴിക്കണ്ട, ഒരു വഴിപാടും കഴിക്കണ്ട. നിനക്ക് വേണ്ടി ഒരു വഴിപാട് നടന്നു കഴിഞ്ഞു. നിന്റെ പാപത്തിന്റെ പരിഹാരം കർത്താവ് ചെയ്തു കഴിഞ്ഞു. അതൊന്ന് ഏറ്റെടുത്ത് വിശ്വസിച്ചാൽ എത്ര മഹാപാപിയുടെയും പാപം ക്ഷമിക്കപ്പെടും. നീ ഒരു പുതിയ വ്യക്തിയായി മാറ്റപ്പെടും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നശിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. ചെറുപ്രായത്തിൽ തന്നെ ലോകവഴിയിലേക്ക്, മദ്യത്തിലും മയക്കുമരുന്നിലും ലോകവഴിയിലും പോയ ഒരു ചെറുപ്പക്കാരന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, 1984 എൻ്റെ അടുക്കൽ വന്നൊരു ദൈവദാസൻ പറഞ്ഞു, തോമസ് ഊട്ടി, നീ ചെയ്ത പാപവും, നീ പാപം ചെയ്യാൻ കാരണം പാപകുലത്തിൽ പിറന്നതാ. നിന്റെ പിതാക്കന്മാർ മുഖേന വന്നത് മുഴുവൻ അതിൻ്റെ കടം യേശു കൊടുത്തു തീർത്തിട്ടുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്താൽ നിന്നെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. അന്ന് രാത്രി യേശുവിന് ഹൃദയം കൊടുത്തപ്പോൾ കർത്താവ് എൻ്റെ പാപം ക്ഷമിച്ചു. എൻ്റെ ഹൃദയത്തിലെ കുറ്റബോധം മാറി, ഞാൻ ഗിൽറ്റി ആണെന്നുള്ളത് മാറി. യേശു ദൈവം എന്നെ അംഗീകരിച്ചെന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടി. യേശുവിൽ വിശ്വസിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നാണെന്നറിയോ? ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നു. ഇനി എനിക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചോദിച്ചാലും ദൈവം കേൾക്കും. എന്റെയും കൂടെ പപ്പായ ദൈവം എന്നുള്ളൊരു ഉറപ്പ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. നമ്മൾ ഇനിയും ഭയപ്പെടേണ്ടതിന് ദാസ്യ ആത്മാവല്ല, ദൈവത്തെ പപ്പായേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് യേശു നമുക്ക് നൽകി തന്നു. ചേർത്ത് കർത്താവിനെ സ്തുതിക്കാം. യേശുവിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ധൈര്യമാണ്, എനിക്ക് എൻ്റെ ദൈവത്തെ പപ്പാ എന്ന് വിളിക്കാം. അതൊരു പ്രത്യേക സഭയ്ക്ക് ആ ധൈര്യം കിട്ടത്തില്ല. യേശു ഹൃദയത്തിലുണ്ടോ, നിങ്ങൾക്ക് ധൈര്യമായി ദൈവത്തെ ഇനിമേലെ ദൈവമേ, യഹോവേ, ഈശ്വര എന്ന് വിളിച്ച് മാറി നിൽക്കുകയല്ല, എൻ്റെ പപ്പായേ എന്ന് വിളിക്കാനുള്ള ആ വലിയ ബന്ധം കർത്താവ് തന്നതിനായി കരങ്ങൾ തട്ടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രോഗികളായിട്ട്, കുടുംബ തകർച്ചയാൽ, കടഭാരത്താൽ, ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളാൽ ഭാരപ്പെട്ട് ഇന്ന് എന്നെ നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയാം, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നമുക്ക് ആശ്രയിക്കാം. യേശുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരത്തില്ല. അവിടെ അത്ഭുതം സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൽ നമുക്ക് ചേർന്നൊന്ന് ആശ്രയിക്കാം. ആ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയ പിതാവെ, അങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗബന്ധനങ്ങളെ അഴിച്ച് രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മാറട്ടെ. ആ ഭാരങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ള കാരണങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. വേണ്ടാത്തതെല്ലാം മാറിപ്പോകട്ടെ. കുടുംബ തകർച്ചകൾ മാറട്ടെ. വന്ധ്യതയുടെ ദുഷ്ടനെ ഞാൻ ശാസിച്ച് പുറത്താക്കുന്നു. വന്ധ്യത മാറട്ടെ കർത്താവെ. ഉദരഫലം ദൈവദാനമാകിയാൽ ഇപ്പോൾ തന്നെ ഉദരങ്ങളിൽ ഫലങ്ങളെ കൊണ്ട് നിറയ്ക്കണമേ. തലമുറയുടെ അനുഗ്രഹം അവരുടെ ഭവനങ്ങളിൽ വരട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവിധ നന്മകൾ കൊണ്ടും പ്രിയപ്പെട്ടവരെ അവിടുന്ന് നിറയ്ക്കണമേ. രോഗികളെ അവിടുന്ന് പൂർണ്ണമായി സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുത സൗഖ്യം നൽകിയതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അസ്ഥികൾ വളഞ്ഞതാണോ? ആ വളഞ്ഞ അസ്ഥികൾ നിവർന്നതായിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിശ്ചയമായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ ഇപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ആ വളഞ്ഞ അസ്ഥി നിവർന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവ് വലിയ അത്ഭുതങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ലഭിച്ച അത്ഭുത സാക്ഷ്യങ്ങൾ ഇപ്പോൾ താഴെ കാണുന്ന ആ നമ്പറുകളിൽ വിളിച്ച് ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കുമോ? കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഇനിയും പ്രാർത്ഥിക്കേണ്ടതിനായിട്ടുണ്ട് എങ്കിൽ ആ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് വീണ്ടും ഞങ്ങളോട് ആവശ്യങ്ങൾ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മടിക്കരുത്. താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കണം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.